25 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ പലരും പറയുന്ന ഒരു കൺസേൺ ആണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി കൊഴുപ്പടിഞ്ഞുകൂടുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡബിൾ ചിൻ വരുന്നു, ഫ്ലാബി ആംസ് വരുന്നു, ഇടുപ്പുകളിൽ അമിതമായ കൊഴുപ്പടിഞ്ഞുകൂടുന്നു, അതുപോലെ ലവ് ഹാൻഡിൽസ് വരുന്നു. സോ ഇത് എന്തുകൊണ്ടായിരിക്കാം ഡോക്ടർ ഇങ്ങനെ വരാൻ കാരണം? എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം കോൺഷ്യസ് ആവുന്ന ഒരു പോയിന്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മന്യ പറഞ്ഞു തന്നെയാണ്. അവരുടെ ഭംഗിയിൽ അല്ലെങ്കിൽ അപ്പിയറൻസിലാണ്, അവരുടെ ലുക്കിലുണ്ടാകുന്ന ഒരു ചെറിയൊരു വ്യത്യാസമാണ്. ഒരുപക്ഷെ അത് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണെന്ന് അവർ ചിലപ്പോൾ ചിന്തിക്കുന്നതും ഉണ്ടാവില്ല. അപ്പോൾ ഇതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ളത് അവരുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു 20-25 വയസ്സിലുണ്ടാകുന്ന അവരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കുറേ ചേഞ്ചസ് ഉണ്ടാകും. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണൽ ചേഞ്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു പക്ഷേ ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഇൻസുലിൻ ഒരു ഫാറ്റ് പ്രൊഡ്യൂസിങ് ഹോർമോണാണ്. അപ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയാൽ ഒരുപക്ഷെ സ്ത്രീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചിന്നിലോ, ചീക്കിലോ, ബെല്ലിയിലോ, അല്ലെങ്കിൽ ലോവർ ബോഡിയിലോ, ബട്ടക്സിലോ, തൈസിലോ, മേ ബി ഈവൻ കൈകളിലോ ഒക്കെ ആയിരിക്കും, ഓരോ ആൾക്കാരുടെ ജനറ്റിക് നേച്ചർ അനുസരിച്ച്. അപ്പോൾ ഹോർമോണൽ ഇഷ്യൂസിൽ ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, മറ്റൊന്ന് ഹൈപ്പോതൈറോയിഡിസമാണ്. പ്രത്യേകിച്ചും ഹഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസം ഇത്തരത്തിലുള്ളൊരു വെയിറ്റ് ഗെയിന് കാരണമാകാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ സെക്സ് ഹോർമോൺസിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇപ്പോൾ PCOD പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫാറ്റ് ഡെപ്പോസിഷൻ ശരീരത്തിലുണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ അനുബന്ധമായിട്ടുണ്ടാകുന്ന പല കാരണങ്ങളുണ്ടാകുന്ന ന്യൂട്രീഷണൽ പ്രോബ്ലംസാണ്, പോഷകക്കുറവുകളാണ്. ഒരു പക്ഷേ കോളേജിലെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പ്രവേശിക്കുന്ന സമയമായിരിക്കും, അവരുടെ കരിയറിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും, അവരതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പുറത്തായിരിക്കും താമസം, ഒരു PG ഹോസ്റ്റലായിരിക്കും താമസം, അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ട് 3-4 പേര് ഷെയർ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിലായിരിക്കും താമസം. അവിടുത്തെ ഫോക്കസ് മൊത്തം കരിയർ, പുതിയ ജീവിതം, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഡയറ്റിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുക എന്നുള്ള രീതിയായിരിക്കും. പലപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഇന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ന്യൂട്രീഷണൽ ചേഞ്ചസ് മേ ബി എക്സസ് ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പുവർ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ, പിന്നെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും പാക്കറ്റ് ഫുഡുകളും ഉണ്ടാകുന്ന ന്യൂട്രീഷണൽ പ്രോബ്ലം. ഫൈബർ വളരെ കുറഞ്ഞ ഡയറ്റാണ് നമുക്ക് ഇന്ന് കൊമേഴ്സ്യലി കിട്ടുന്നത്. മറ്റൊരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതായത് ഒരു പരിധിവരെ കോളേജിലും സ്കൂളുകളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു, പക്ഷേ പിന്നീട് ഒരു കരിയർ തുടങ്ങുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് കട്ടായി. കാരണം വർക്ക് പ്രഷറും ടാർഗറ്റഡ് ആയിട്ടുള്ള വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടി വരും. പല ആൾക്കാരും എനിക്ക് തോന്നുന്നു 10-12 മണിക്കൂറോളം അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണമെന്ന് അറിയാമെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് സമയമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നാലാമത്തെ കാരണം അവരുടെ ലൈഫിലുണ്ടാകുന്ന വലിയൊരു സ്ട്രെസ്സും ടെൻഷനുമാണ്. പലപ്പോഴും ജോലിയിലെ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ മേ ബി ഇപ്പോൾ അക്കാഡമിക്സിലുള്ള ആൾക്കാരാണെങ്കിൽ അക്കാഡമിക്കിലെ സ്ട്രെസ് ആവാം, ഒരു ഫാമിലി ലൈഫ് തുടങ്ങിയ ആളെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പുതുമകളും അതിൻ്റെ സ്ട്രെസ്സുകളും ആവാം. മേ ബി ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുണ്ടായ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം. ഈ സ്ട്രെസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് അവരുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണുകളും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസും ന്യൂട്രീഷണൽ ചേഞ്ചസും ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നിന്നാണ് എനിക്ക് തോന്നുന്നു 25 വയസ്സ് മുതൽ പതുക്കെ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും അത് സ്ത്രീകൾ വളരെയധികം ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ, ഇത്തരത്തിലുള്ള കൺസേൺ പരിഹരിക്കാൻ പൊതുവേ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കുറച്ച് മാർഗങ്ങളാണ്. ഒന്നാമത്തത് ഡയറ്ററി ഇൻ്റർവെൻഷൻസ് തന്നെയാണ്. അതിൽ കൂടുതലും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്, പിന്നെ അൺസയൻറ്റിഫിക് കാലറി റെസ്ട്രിക്ഷൻസ്, ഡീടോക്സ് ഡ്രിങ്ക് ഉപയോഗിക്കുന്നു. ഡീടോക്സ് ഡ്രിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒന്നാണ് ഡീടോക്സ് ഡ്രിങ്ക്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ ഇൻഫ്യൂസ്ഡ് കുക്കുംബർ വാട്ടർ അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് വാട്ടർ ഇതൊക്കെ കുടിക്കുന്ന സമയത്ത് ഫാറ്റ് ബേൺ ചെയ്ത് പോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്യുന്നതാണ് ഡീടോക്സ് ഡ്രിങ്ക്. പിന്നെ അതുപോലെ തന്നെ സ്പോട്ട് റിഡക്ഷൻ എക്സസൈസ്, ഇതൊക്കെ ചെയ്തിട്ടും പലരിലും ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്താവാം ഇതിന് കാരണം? എനിക്കൊന്ന് ഇപ്പോൾ മന്യ പറഞ്ഞതുപോലത്തെ ചില ബേസിക് മേ ബി നമുക്ക് വേണമെങ്കിൽ ഹോം റെമഡീസ് വേണമെങ്കിൽ വിളിക്കാം. ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് അവർക്ക് കുറച്ച് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ തുടങ്ങുന്നതിനകത്ത് തെറ്റൊന്നുമില്ല.
അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ഓൺലൈൻ ഡോക്ടറാണ് ഡോക്ടർ ഗൂഗിൾ. അപ്പോൾ ഡോക്ടർ ഗൂഗിൾ നോക്കുന്നു, അവിടെ നിന്ന് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നു. ഇന്നിപ്പോൾ ഒരു MD ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന് ഒരു ഡോക്ടർ ChatGPT എന്നാണ്. അപ്പോൾ അവിടെ നോക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള സൊല്യൂഷൻസ് എടുക്കുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ മന്യ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് പകുതി വഴി വെച്ച് നിർത്തേണ്ടി വരുന്നു. ഇനി അഥവാ റിസൾട്ട് കിട്ടിയാലും വേണ്ടത്ര നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു റിസൾട്ട് അല്ല ഉണ്ടാവും. നമ്മുടെ അടുത്ത് പല ആൾക്കാരും വരാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഹെയർ ലോസ് ഉണ്ടായി, സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടായി, ഇപ്പോൾ ദഹന സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ട്, ഭയങ്കര അൺസയൻറ്റിഫിക് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഉണ്ടായി, മസിൽ ലോസ് ഉണ്ടായി. അപ്പോൾ ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് മെത്തേഡ് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാവാം. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ PCOD ഉണ്ടോ, ഹൈപ്പോതൈറോയിഡിസം റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ, ഡെഫിനറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രൊഫഷണൽ ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളെ നമുക്ക് വളരെ നന്നായിട്ട് അഡ്വൈസ് ചെയ്യാനും സയൻറ്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന മാർഗ്ഗങ്ങൾ നമുക്കിന്ന് അവൈലബിളാണ്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ ഹാർമണിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇത്തരത്തിലൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ചെയ്തു കൊടുക്കുന്നത്. അവരുടെ ഡയറ്റ്, അവരുടെ ന്യൂട്രീഷൻ, അവരുടെ എക്സസൈസ് ആക്ടിവിറ്റി, ബോഡി കോമ്പോസിഷൻ, അതുപോലെ തന്നെ അവരുടെ ഗട്ട് ഹെൽത്ത്, ഹോർമോൺ ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ അവരുടെ ഇമോഷണൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ, സ്ട്രെസ് ഉണ്ടോ, മേ ബി വളരെ നിസ്സാരമായ വിഷയങ്ങളായിരിക്കാം. ഇതിനെല്ലാം കൂടെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ മന്യ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രായം ആയിട്ടുള്ള ആ ഒരു 25-30 ഇയേഴ്സിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗൺഫോളിനെ നമുക്ക് വളരെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല ക്ലയൻസിൻ്റെയും ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് അവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഹൈപ്പോതൈറോയിഡിസം കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് കമ്പയർഡ് ടു മെൻ. 25 വർഷം അല്ലെങ്കിൽ 15 to 20 വർഷം വരെ മെഡിക്കേഷൻ എടുത്തിട്ടും അത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പം സ്ത്രീകളിൽ ഹൈപ്പോതൈറോയിഡിസം കൂടുതൽ വരുന്നത്? ഈ തൈറോയിഡിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ട ആരോഗ്യ സംബന്ധമായ വിഷയം നമ്മളുടെ ഇമോഷണൽ ഹെൽത്താണ്. നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും സ്ത്രീകൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന വൈകാരികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ അളവ് പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കിയാൽ ഭൂരിഭാഗം ആൾക്കാരിലും വളരെ കൂടുതലാണ്. ഒരു പക്ഷേ ഈ എക്സ്ട്രാ ഇമോഷണൽ ബാഗേജ്, ആ ബേർഡൻ ആയിരിക്കണം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഹൈപ്പോതൈറോയിഡിസം പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മേ ബി അവർക്ക് വീട്ടിലത്തെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഏതാ സ്ഥലം? അടുക്കള. അപ്പോൾ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ചില്ലറയൊന്നുമല്ല. രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, രാത്രി ഉണ്ടാക്കണം, അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കണം. ഇതൊരു വലിയൊരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു കിച്ചൺ ഒരു വളരെ വലിയൊരു സ്ട്രെസ് ഏരിയ ആണ് യാഥാർത്ഥ്യത്തിലൂടെ പറഞ്ഞാൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ കെയറാണ്. ഓക്കെ, അപ്പോൾ മൊബൈല്, അവരുടെ പഠിത്തം, അവരുടെ ട്യൂഷൻസ്, അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറൽ ആസ്പെക്ട്സ്, ഇതെല്ലാം ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രൈമറി പോയിന്റ് ഓഫ് കോൺടാക്ട് വന്നത് സ്ത്രീകളാണ്. അവിടെ സ്ത്രീകളെ ഇപ്പം അടുക്കള ഭരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. എന്നാൽ അതിൻ്റെതായിട്ടുള്ള നേരെ പുരുഷന്മാർക്കും സ്ട്രെസ്സുകൾ വരുന്നുണ്ട്. സ്ട്രെസ്സും അത് ശരിയാണ്. ഒരുപക്ഷെ എനിക്കൊന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം കേൾക്കുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ അത് കൂടുതൽ പ്രതിഫലിക്കും നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ചൈൽഡ് കെയർ ആണ്, കുട്ടികളുടെ കാര്യം. മൂന്നാമത്തെ കാര്യം ഒരുപക്ഷെ സ്ത്രീയും വർക്കിംഗ് ആയിരിക്കാം, ഒരു വർക്കിംഗ് വിമൻ ആയിരിക്കാം. അപ്പോൾ ജോലിയുടെ ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾ മറ്റൊന്ന്. പിന്നെ സ്വന്തം പാരൻസിനെയും പലപ്പോഴും ഇൻലോസിനെയും നോക്കേണ്ട ഉത്തരവാദിത്തം സ്ത്രീകൾക്കുണ്ടാവും. അവരുടെ ആരോഗ്യ വിഷയങ്ങളും മറ്റ് കുടുംബ സംബന്ധമായിട്ടുള്ള മറ്റ് കൊച്ചു വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന പലപ്പോഴും സ്ത്രീകൾക്കായിരിക്കും. അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന അവസാനം സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് സ്ത്രീകളിലോട്ടായിരിക്കും. ഇനി ഇത് കൂടാതെ ഒരുപക്ഷെ പാർട്ട്ണറുമായിട്ടുള്ള ചെറിയ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ പിന്നെ അവരുടെ കുടുംബജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലൊക്കെ വന്ന വലിയ മാറ്റങ്ങൾ വിവാഹത്തിന് ശേഷം, ഇതെല്ലാം കൂടി ഒരു സ്ത്രീകൾക്കുണ്ടാക്കുന്ന ഒരു ഇമോഷണൽ ബാഗേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹൈ ആണ്. നേരത്തെ മന്യ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ പുരുഷന്മാർക്കും ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റംസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്ററാണ്. പലപ്പോഴും സ്ത്രീകൾക്കത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ള സംവിധാനമില്ല.
ഇനി അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ അതിന് വേണ്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനം എടുക്കുന്നതിനുള്ളൊരു സോഷ്യൽ സ്റ്റിഗ്മ നമ്മുടെ നാട്ടിൽ, ഞാൻ പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ഇടപഴകാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഇഷ്യൂസിനെ കറക്റ്റായിട്ടൊന്ന് സോൾവ് ചെയ്തെടുക്കാനോ പലപ്പോഴും കഴിയാറില്ല. സ്ത്രീകൾക്ക് പൊതുവേ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ എക്സ്പോഷർ വളരെ കുറവാണ്. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്, പ്രഗ്നൻസിക്ക് ശേഷം വളരെയധികം സ്ത്രീകളിൽ ഹൈപ്പോതൈറോയിഡിസം കാണാറുണ്ട്. അത് കൂടുതലും ഉണ്ടാകുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ഹൈപ്പോതൈറോയിഡിസം ആയിട്ടുള്ള ഹഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസമാണ്. ആക്ച്വലി ഹഷിമോട്ടോസ് ഒരു തൈറോയ്ഡ് ഡിസോർഡർ അല്ല, അതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറാണ്. പക്ഷേ അത് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തൈറോയ്ഡ് ആയതുകൊണ്ടാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് കറക്റ്റ് ചെയ്താലേ തൈറോയ്ഡ് ഫങ്ഷൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു പുവർ ന്യൂട്രീഷനാണ്. സ്ത്രീ പലപ്പോഴും സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കൊടുക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റിയാണ്. പേരൻസിൻ്റെയും ഇൻലോസിൻ്റെയും ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ആരോഗ്യത്തിന് ശേഷം മാത്രമായിരിക്കും പലപ്പോഴും സ്ത്രീകൾക്ക് സ്വന്തം ആരോഗ്യത്തെ നോക്കാൻ ശ്രമിക്കുന്നത്. ഇതിലെല്ലാം കൂടെ ചെന്ന് അങ്ങോട്ട് ട്രിഗർ ചെയ്യുന്ന മറ്റൊരു പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു ഏരിയ അവരുടെ ഉറക്കമാണ്. ഏറ്റവും അവസാനം പലപ്പോഴും വീട്ടിൽ ഉറങ്ങാൻ പോകുന്നത് സ്ത്രീയും ഏറ്റവും ആദ്യം ഉണർന്നെണീക്കുന്നതും സ്ത്രീ തന്നെയല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ആക്ച്വലി സ്ത്രീകളുടെ ആരോഗ്യത്തിൽ തൈറോയ്ഡ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും. അതുമൂലം പലപ്പോഴും ഇത് നേരത്തെ മന്യ പറഞ്ഞ പോലെ 10, 15, 20 വർഷം ഒരു സപ്ലിമെൻ്റ് കഴിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് എന്തുകൊണ്ടാണ് ഈ തൈറോയ്ഡ് ഡിസോർഡർ എനിക്കുണ്ടായതെന്ന് കണ്ടെത്താനോ അതിനെ സയൻറ്റിഫിക്കായിട്ട് അഡ്രസ്സ് ചെയ്യാനോ കഴിയാതെ പോകുന്നത്. ഡോക്ടർ, ഞാൻ ന്യൂട്രീഷൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 2 വർഷമായി ഹാർമണിയുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. സ്റ്റിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മന്യ എനിക്കൊരു ഡയറ്റ് ചാർട്ട് തരുമോ എന്നൊരു ക്വസ്റ്റ്യന് എനിക്കിപ്പോഴും ആൻസർ പറയാൻ പറ്റുന്നില്ല. ഡയറ്റ് ചാർട്ട് തരുമെന്ന് ഒരു ആൻസർ പറയാൻ പറ്റുന്നില്ല, പ്രൊവൈഡ് ചെയ്യാറില്ല. സോ എന്തുകൊണ്ടാണ് ഡോക്ടർ ഹാർമണിയിൽ മാത്രം ഒരു ഡയറ്റ് ചാർട്ട് പ്രൊവൈഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ എന്താണ്? ഓക്കെ, ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും മെസ്സിയസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻസിൽ ഒന്നാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതൊരു സൈക്കോളജിയെക്കാളും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണോ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നാണോ ന്യൂട്രീഷൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ഫുഡ് സയൻസ്. ഫുഡ് സയൻസ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രിയെ ഭരിക്കുന്നത് ഫുഡ് സയൻസാണ്. അത് ഭക്ഷണം ഉണ്ടാക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതും അത് ഭക്ഷണവുമായി മാറുന്നത് വരെയുള്ള സാധനമാണ് ഫുഡ് സയൻസ് എന്ന് പറഞ്ഞാൽ. കൃഷി ചെയ്ത് ഭക്ഷ്യവസ്തുവായി മാറി വരുന്നത് വരെയുള്ള ഒന്നാണ് ഫുഡ് സയൻസ്. മറ്റൊന്നാണ് ന്യൂട്രീഷൻ സയൻസ്. അത് നമ്മൾ ഭക്ഷണമായിട്ട് നമ്മുടെ വായിലോട്ട് വെക്കുന്നു, അത് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് പോഷകമായി മാറി രക്തത്തിൽ കൂടെ കോശങ്ങളുടെ അവിടെ എത്തുന്നത് വരെയുള്ളതാണ് ന്യൂട്രീഷൻ. ഇനി മൂന്നാമതൊരു സയൻസ് ഉണ്ട്. ആ സയൻസിൻ്റെ പേരാണ് സെല്ലുലാർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് ന്യൂട്രീഷൻ എന്ന് പറയാൻ പറ്റും. അതായത് രക്തത്തിൽ നിന്ന് പോഷകങ്ങൾ നമ്മുടെ കോശങ്ങളുടെ അകത്തോട്ട് കയറിയതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി അവിടെ ഡീൽ ചെയ്യുന്നത്. ഇത് മൂന്നും ദൂരത്തു നിന്ന് നോക്കിയാൽ ഏതാണ്ട് വളരെ സമാനമാണ്, റിലേറ്റഡുമാണ്, പരസ്പരം ബന്ധമുണ്ട്. പക്ഷേ ഈ സെല്ലുലാർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നതിന് ഒന്ന് ഡിവോഴ്സ് ചെയ്ത് മാറി നിൽക്കുന്ന ഒന്നാണ് ന്യൂട്രീഷൻ സയൻസ്. അവിടെ നിന്ന് ഒന്നും കൂടി ഡിവോഴ്സ് ചെയ്യാൻ വരുന്നൊരു സ്ഥലമാണ് ഫുഡ് സയൻസ്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഫുഡ് സയൻസിലുള്ള പല ശാസ്ത്രങ്ങളും പല തത്വങ്ങളും പല അപ്രോച്ചസും അല്ലെങ്കിൽ ന്യൂട്രീഷനിലുള്ള പല അപ്രോച്ചസും നമ്മൾ പലപ്പോഴും ആപ്ലിക്കബിൾ ആവുന്ന ലെവൽ സെല്ലുലാർ ലെവലാണ്. അവിടെയാണ് പലപ്പോഴും ഈ പറയുന്ന ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും ഇത് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും. എല്ലാം റിലേറ്റഡ് ആണ്, പക്ഷേ വ്യത്യസ്തപ്പെട്ടിരിക്കും. എനിക്കിതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ആക്ച്വലി പറഞ്ഞത് ലോകത്ത് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ജോൺ ഇവാനിഡിസ് എന്നാണ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, എസ്പെഷ്യലി റിലേറ്റഡ് ടു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, അതുപോലെ തന്നെ മെറ്റാ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസിലും എപ്പിഡമിയോളജിയിലൊക്കെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് ദ ഡാർക്ക് ആർട്ട് ഓഫ് മെഡിസിൻ എന്നാണ് പറയുന്നത്. മെഡിസിൻ്റെ ഇരുണ്ട ആ ഒരു വശം എന്നാണ് പറയുന്നത്. പലപ്പോഴും ഒരു റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്നത്തേക്കുമായിട്ടത് നിലനിൽക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് എഗ്രി ചെയ്യുന്ന ഒന്നാണ് എന്ന് പലപ്പോഴും നമ്മളുടെ ശാസ്ത്രലോകം അതിനെ കാണുന്നുണ്ട്. അദ്ദേഹം വിളിക്കുന്നുണ്ട് വൈ മോസ്റ്റ് പബ്ലിഷ്ഡ് റിസർച്ച് ഫൈൻഡിങ്സ് ആർ ഫാൾസ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മറ്റൊരു ഭാഗം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഞാനും ചെയ്തിട്ടുണ്ടാവും,
ചില ആൾക്കാർ വളരെ അന്ധമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ഉന്മാദത്തോടുകൂടി ചില കാര്യങ്ങൾ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ന്യൂട്രീഷനിൽ പോഷക രീതികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഞാനും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ന്യൂട്രീഷനെ സംബന്ധിച്ച് നോക്കിയാൽ എസ്റ്റാബ്ലിഷ്ഡായിട്ട് പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഹാർമണിയിൽ നമ്മളൊരു ഫുഡ് ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കാത്തതിൻ്റെ കാരണങ്ങൾ അത് തന്നെയാണ്. ഒന്ന്, ആത്യന്തികമായി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ കണക്കിലെടുക്കേണ്ട ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ എന്തുമാത്രം കാലറി ഊർജ്ജം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ ടോട്ടൽ ഡെയിലി കാലറി ഇൻടേക്ക് ത്രൂ ഫുഡ്. അതുപോലെ വളരെ പ്രാധാന്യമുള്ളതാണല്ലോ ടോട്ടൽ ഡെയിലി കാലറി ഔട്ട്പുട്ട്. അപ്പോൾ കാലറി തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പക്ഷേ ഏറ്റവും ഒരു രീതിയിലും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത, ഒരു കോംപ്രമൈസുകൾക്കും നമ്മൾ തയ്യാറാകാൻ പാടില്ലാത്ത ഒരു പോഷക വസ്തു, ഒരു മാക്രോ ന്യൂട്രിയൻ പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീനിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയനാണ്. കാർബോഹൈഡ്രേറ്റിനും ഫാറ്റിനും ഒക്കെ വേണമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എടുക്കാം, പക്ഷേ പ്രോട്ടീൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലയൻസിനോട് പലപ്പോഴും നമ്മൾ പറയുന്ന ആ പ്രോട്ടീൻ്റെ ഒരു മാജിക് ഫോർമുലയുണ്ട്. എനിക്കങ്ങനെ പറയാൻ ഇഷ്ടമില്ല, കാരണം വീണ്ടും സംഖ്യകളിലോട്ട് എത്തുകയാണ്. പക്ഷേ എന്നാലും നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങാനായിട്ട് എവിടെ നിന്നെങ്കിലും തുടങ്ങണമല്ലോ. നമ്മൾ പറയുന്ന ഫോർമുലയാണ് 30-30-30. അതായത് 30 ഗ്രാം ബ്രേക്ക്ഫാസ്റ്റിൽ, 30 ഗ്രാം പ്രോട്ടീൻ ലഞ്ചിൽ, 30 ഗ്രാം പ്രോട്ടീൻ നിങ്ങളുടെ ഡിന്നറിൽ, അതും നല്ല ക്വാളിറ്റി പ്രോട്ടീൻ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് ആൾക്കാരോട് പറയാൻ പറ്റുന്നത്, നിങ്ങൾ ആവശ്യത്തിന് ഫൈബർ കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു 50 ഗ്രാം എങ്കിലും ഫൈബർ നിങ്ങളുടെ ഭക്ഷണത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ, അതായത് കാലറി, 2 ക്വാളിറ്റി പ്രോട്ടീൻ, 3 ഫൈബർ, ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു വ്യക്തി അയാളുടെ സ്വന്തം ഭക്ഷണം അയാളുടെ രീതികൾക്കും അയാളുടെ ഇഷ്ടങ്ങൾക്കും അയാളുടെ സംസ്കാരത്തിനും അയാളുടെ സാമ്പത്തിക ചുറ്റുപാടുകൾക്കും അയാളുടെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അയാൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ അയാളുടെ ഭക്ഷണം, അല്ലെങ്കിൽ അങ്ങനെ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ക്ലയൻസിനോടും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ, ഒരു ഡയറ്റ് ചാർട്ടിലോട്ട് എത്താതെ ഒരു പ്രിൻസിപ്പിൾസ്, ഒരു ഗൈഡൻസ് കൊടുക്കുന്നതിലോട്ട് നമ്മൾ മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നിങ്ങളുടെ ആരോഗ്യത്തിൽ 20-25 വയസ്സ് കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്തിലും അപ്പിയറൻസിലുണ്ടായ ഒരു ചേഞ്ചിനെ നിങ്ങൾ എങ്ങനെയാണ് മറികടന്നത്? ഇനി പ്രസവശേഷമോ അല്ലെങ്കിൽ ഗർഭധാരണ സമയത്തോ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോഗ്യ വെല്ലുവിളിയെ നിങ്ങൾ എങ്ങനെയാണ് മറികടന്നത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് മെനോപോസ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെയധികം ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ സാധിച്ചു, വളരെയധികം ആൾക്കാർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. എന്തു തന്നെയാണെങ്കിലും ഒരു കുടുംബത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഭൂരിഭാഗം ആൾക്കാരുടെയും ആരോഗ്യത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഒരു സംശയമില്ല ആ വീട്ടിലെ സ്ത്രീയുടെ ആരോഗ്യവും സന്തോഷവും തന്നെ. പലപ്പോഴും നമ്മളുടെ ഇന്നത്തെ ചുറ്റുപാടുകൾക്കും വ്യവസ്ഥകൾക്കും അതിന് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല, മുൻഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മെറ്റബോളിക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, അവരുടെ ഇമോഷണൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. ഇതിനെ ഓർഗനൈസ്ഡായിട്ട് സയൻറ്റിഫിക്കായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾക്ക് ടോപ്പ് പ്രയോറിറ്റി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.